നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. അതിദരിദ്രർക്ക് പട്ടയ വിതരണം മാർച്ച് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പ് വടക്കൻ മേഖലാ യോഗം ഫെബ്രുവരി 3 കോഴിക്കോട് ചേരും. 106 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിനായി 47.7 കോടി രൂപയുടെ ഭരണാനുമതി. രാജ്യത്തിന്റെ കെട്ടുറപ്പിന് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. മന്ത്രി കെ രാജൻ 76ാം റിപ്പബ്ലിക് ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. അതിദരിദ്രർക്ക് പട്ടയ വിതരണ നടപടികൾ അതിവേഗം പൂർത്തിയാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ ഉദ്യോഗസ്ഥരുടെ തെക്കൻ മേഖലാ യോഗത്തിൽ നിർദ്ദേശിച്ചു. അതിദരിദ്രരായ മുഴുവൻ പേരെയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ 2025 നവംബർ 1 പൂർത്തീകരിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ഈ സാഹചര്യത്തിൽ അതിദരിദ്രരിൽ ഭൂരഹിതരായ മുഴുവൻ പേർക്കും മാർച്ച് മാസത്തിനകം പട്ടയം നൽകണം. 5000-ഓളം പേരാണ് അതിദരിദ്രരുടെ പട്ടികയിൽ പട്ടയം ലഭിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അപേക്ഷ പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ ഇനം മാറ്റം ഒരു പ്രക്രിയയായി ഏറ്റെടുക്കണം. ചട്ടങ്ങളും നിയമങ്ങളും സാധാരണക്കാർക്ക് അനുകൂലമായി വായിക്കാൻ ശ്രമിക്കണം. ഇതോടൊപ്പം ലാൻഡ് ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ കേസുകളും 2026 ജനുവരി 1 മുൻപ് തീർപ്പാക്കണമെന്നും ലാൻഡ് അസൈൻമെന്റ് പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പുറമ്പോക്ക്, വനഭൂമി പട്ടയങ്ങളുടെ വിതരണം, ഡിജിറ്റൽ റീസർവേ പ്രകാരമുള്ള അധിക ഭൂമിയുടെ നികുതി സ്വീകരിക്കൽ, വില്ലേജ് ഓഫീസുകളെ ശാക്തീകരണം എന്നിവ സംബന്ധിച്ച വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ എന്നിവർ വകുപ്പിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് പൊതുവിവരണം നൽകി. വില്ലേജുകളുടെ പ്രവർത്തനം എല്ലാ മാസവും ചാർജ് ഓഫീസർമാർ വിലയിരുത്തണം. എല്ലാ 3ാമത്തെ വെള്ളിയാഴ്ചയും വില്ലേജ് തല ജനകീയ സമിതിയിൽ ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശിച്ചു. പട്ടയ വിതരണം, ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പ്രകാരമുള്ള അധിക ഭൂമിയുടെ നികുതി, LRM തുടങ്ങിയവ വേഗത്തിലും കാര്യക്ഷമമായും നിർവഹിക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ മേഖലായോഗങ്ങൾ തുടരുന്നു. ജില്ലാ കലക്ടർമാർ, ഡെപ്യൂട്ടി കലക്ടർമാർ, തഹസിൽദാർമാർ, LR തഹസിൽദാർമാർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ, സർവേ സൂപ്രണ്ട്, ജോയിന്റ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന റവന്യൂ മേഖലാ യോഗങ്ങൾ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. ആദ്യ യോഗം ജനുവരി 28 തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് നടന്നു. കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളുടെ യോഗം 31 എറണാകുളം ടൗൺ ഹാളിലും പൂർത്തിയായി. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ അടങ്ങിയ വടക്കൻ മേഖലാ യോഗം ഫെബ്രുവരി 3 കോഴിക്കോട് ചേരും. സംസ്ഥാനത്തെ 106 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിനായി 47.7 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകി. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ചാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നിർമ്മിക്കുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകളിലെ സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനും സേവനങ്ങൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുമാണ് എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ആശയത്തോടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് 100ഓളം വില്ലേജുകൾ കൂടി മാത്രമാണ് സ്മാർട്ട് ആവാനുള്ളത്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുമ്പേ 100 വില്ലേജുകൾ കൂടി സ്മാർട്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രാജ്യത്തിന്റെ കെട്ടുറപ്പിന് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരാളും വേർതിരിവ് നേരിടാനും ആക്രമിക്കപ്പെടാനും പാടില്ലെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന സർവ്വതല സ്പർശിയായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ പങ്കുവഹിക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ആലപ്പുഴ ജില്ലയിലെ 8 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ആക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നവീകരിച്ച ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന്റെയും ഓഫീസിന്റെയും
സ്നേഹപൂർവ്വം കലക്ടർ എന്ന ജില്ലാ കലക്ടറുടെ പരാതി പരിഹാര പോർട്ടലിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. അരൂർ മണ്ഡലത്തിലെ അരൂർ, അമ്പലപ്പുഴ പാതിരാപ്പള്ളി, കുട്ടനാട് വീയപുരം, അമ്പലപ്പുഴ പുറക്കാട്, ഹരിപ്പാട് ആറാട്ടുപുഴ, മാവേലിക്കര നൂറനാട്, കായംകുളം പെരിങ്ങാല, ചെങ്ങന്നൂർ മാന്നാർ എന്നീ 8 വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ട് വില്ലേജുകളാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ വില്ലേജ് ഓഫീസിനും 45 ലക്ഷം രൂപ വീതമാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്യോഗസ്ഥ സംവിധാനം ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നും ഈ സംവിധാനത്തിന് ജനതയോട് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ സ്കൂൾ ടോട്ടൽ എക്സലൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി സാമ്പത്തിക സഹായം വേണ്ട 7 കുട്ടികൾക്ക് പരിപാടിയിൽ മന്ത്രി കെ രാജൻ ചെക്കുകൾ കൈമാറി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.